2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനകത്തുള്ള ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് അവർ യുവ നേതൃത്വത്തെ ഇറക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിനെ കുറിച്ച് പണ്ടേ ഉള്ള ഒരു പരാതി ഈ കടൽക്കിഴവന്മാരെ കൊണ്ട് നിറയ്ക്കുന്നു. അവരാരും തന്നെ അധികാരം വിട്ടൊഴിയുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം KV തോമസ് എന്ന പുങ്കവൻ ഡൽഹിയിൽ എങ്ങനെയാണ് കഴിയുന്നത്? പിണറായി വിജയൻ്റെ ഔദാര്യത്തിൽ കഴിയുകയാണ്. കോൺഗ്രസിൽ നിന്ന് എല്ലാ തരത്തിലുള്ള സ്ഥാനമാനങ്ങളും ഔദാര്യവും, അതായത് അദ്ദേഹത്തിന് വേറെ പേരുമുണ്ടല്ലോ, തിരുത തോമസ്. സോണിയാമ്മച്ചിയുടെ വീട്ടിലെ തിരുത എന്ന മീൻ വെച്ച് വിളമ്പി കൊടുത്തുകൊണ്ടിരുന്ന KV തോമസ് എല്ലാ തരത്തിലുള്ള സ്ഥാനമാനങ്ങളും അനുഭവിച്ച് ഒന്നും ഇനി അവിടെ നിന്ന് കിട്ടാനിടയില്ല എന്ന് ബോധ്യമായപ്പോൾ CPM-ൻ്റെ വാലിൽ പിടിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പിണറായി വിജയൻ അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ലക്ഷക്കണക്കിന് ശമ്പളം കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. മുൻ മന്ത്രി സുധാകരൻ ചോദിച്ച പോലെ ഇയാൾ ഈ പണമെല്ലാം കൂടെ കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു, പുഴുങ്ങി തിന്നുന്നോ എന്ന് ചോദിച്ചത് വളരെ ശരിയാണ്. അത്തരത്തിലുള്ള കടൽക്കിഴവന്മാർ കോൺഗ്രസിൽ ധാരാളമുണ്ട്. അവരെയെല്ലാം തന്നെ തട്ടി മാറ്റിക്കൊണ്ടാണ് കോൺഗ്രസിനകത്തിപ്പോൾ ഒരു വലിയ ശുദ്ധികലശം നടത്താൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. യുവ നേതൃത്വത്തെ ഇറക്കുകയാണ്. ഇപ്പോൾ PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഇങ്ങനെ നീണ്ട ഒരു നിരയുണ്ട്. അവരോടൊപ്പം തന്നെ അറിയാതെ നിൽക്കുന്ന കഴിവുള്ളതായിട്ടുള്ള നിരവധി യുവ നേതൃത്വം കോൺഗ്രസിനകത്തുണ്ട്. അവരെല്ലാം തന്നെ സർവകലാശാലകളിൽ ഗവേഷണം നടത്തുന്നവരാണ്. പിന്നെ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്നവരാണ്. അതിനോടൊപ്പം തന്നെ ചാനൽ ചർച്ചകളിൽ സജീവമായി ഇടപെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെയാണ് കോൺഗ്രസ് ഇറക്കാൻ പോകുന്നത്. സാധാരണ ഈ CPM യുവ നേതൃത്വത്തെ ഇറക്കുന്നതിൽ മടി കാണിക്കാറില്ല. അത് ഉള്ളത് നമ്മൾ പറയണമല്ലോ. പക്ഷേ ഇറക്കുന്ന യുവ നേതൃത്വം എന്ന് പറയുന്നത് ആരാണ്? നമുക്കറിയാം, ആര്യ രാജേന്ദ്രൻ. തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ ഇത് മേയറായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. പിന്നെ നമ്മൾ കാണുന്ന മറ്റൊന്ന് ഡോക്ടർ ചിന്തോ ജെറോം കൊല്ലത്ത് മത്സരിക്കാനായിട്ട് കച്ചകെട്ടി നിൽക്കുകയാണ്. കൊല്ലം അല്ലെങ്കിൽ കുണ്ടറ കൊടുക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് പാർട്ടിയും. രാവിലെ 8 മണിയാകുമ്പോൾ തന്നെ രണ്ടുപേരുടെയും തോൽവി ഉറപ്പാണ്. ഈ അവസരത്തിൽ കോൺഗ്രസ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ഈ യുവനിരയെ ഇറക്കുന്നു. അതിൽ 6 വനിതാ യുവ നേതാക്കളും ഉണ്ടെന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. 6 വനിതാ യുവ നേതാക്കളുടെ പേര് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. ഒന്നാമത്തെ പേര് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ വേർപാടിന് ശേഷം പുതുപ്പള്ളിയിൽ ആരായിരിക്കും മത്സരിക്കുക എന്നുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു. മക്കളിൽ ആരെങ്കിലും ആകും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. 1 ചാണ്ടി ഉമ്മൻ, 2 അച്ചു ഉമ്മൻ, 3 മറിയ തോമസിൻ്റെ പേര്. മറിയ പക്ഷേ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ പൊതുവെ അകന്നു നിൽക്കുന്ന ഒരു പ്രകൃതമാണുള്ളത്. പക്ഷേ അച്ചു ഉമ്മൻ പഠനകാലത്തും ഒക്കെ തന്നെ KSUവിനകത്ത് സജീവമായിട്ട് നിൽക്കുകയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വേദികളിലൊക്കെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതുപ്പള്ളിയിൽ അന്ന് ചാണ്ടി ഉമ്മൻ്റെ പേരിനോടൊപ്പം തന്നെ അച്ചു ഉമ്മൻ്റെ പേരും പറഞ്ഞിരുന്നു. പക്ഷെ ചാണ്ടി ഉമ്മൻ മുഴുവൻ സമയം രാഷ്ട്രീയത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അച്ചു ഉമ്മൻ അത്രത്തോളമില്ല. സമൂഹ മാധ്യമങ്ങളിലൊക്കെ സജീവമാണ്, ഉയർന്ന ജോലിയിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചാണ്ടി ഉമ്മനാണെന്നുണ്ടെങ്കിൽ മുഴുവൻ സമയം രാഷ്ട്രീയം. അതുകൊണ്ടാണ് പുതുപ്പള്ളി ചാണ്ടി ഉമ്മന് കൊടുത്തത്. ആര് നിന്നാലും ശരി, ഉമ്മൻചാണ്ടിയുടെ 3 മക്കളിൽ ആര് മത്സരിച്ചാലും ഇത്രത്തോളം ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതേതായാലും ഇനി പുതുപ്പള്ളി മണ്ഡലം ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകില്ല എന്നുള്ളതുമാണ്. അത് ജനങ്ങളങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അച്ചു ഉമ്മന് പത്തനംതിട്ട ജില്ലയിലെ ഏതെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു കുത്തക സീറ്റിൽ നിർത്താനാണ് പാർട്ടിയുടെ തീരുമാനം. അതായത് ഈ അച്ചു ഉമ്മൻ വന്നു കഴിഞ്ഞാൽ നിയമസഭയിൽ ഒരു പ്രകമ്പനം തന്നെ ആയിരിക്കും. അസാമാന്യമായ ഒരു വാഗ്ധോരണി അച്ചു ഉമ്മൻ ഉണ്ടെന്നുള്ളതാണ്.
അത് ചാണ്ടി ഉമ്മനും ഉണ്ട്. അപ്പോൾ എന്തായാലും വളരെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. ജനകീയ പ്രശ്നങ്ങളിലൊക്കെ തന്നെ വളരെ സജീവമായിട്ട് ഇടപെടുന്നവരാണ് ഉമ്മൻചാണ്ടിയുടെ ഈ 3 മക്കളും. അച്ചൂമ്മനായാലും ചാണ്ടി ഉമ്മനായാലും പ്രത്യേകിച്ച് മറിയ ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിയുകയാണ്. രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് ജോലിയുണ്ട്, അതിനോടൊപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ അച്ചൂമ്മനെ പത്തനംതിട്ട ജില്ലയിലെ ഒരു കുത്തക സീറ്റിൽ, കോൺഗ്രസിന്റെ കുത്തക സീറ്റിൽ നിർത്തുക. ഒരുപക്ഷെ വീണ ജോർജിനെതിരെ മത്സരിച്ചാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം വീണ ജോർജ് ഏറ്റവും വലിയ ദുരന്തമാണ്, പരാജയത്തിന്റെ പടുകുഴിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ വീണയെ പരാജയപ്പെടുത്താനായിട്ട് ഒരുപക്ഷെ അച്ചൂമ്മനെ തന്നെ പാർട്ടി ഇറക്കിയെന്ന് വരാം. രണ്ടാമത്തെ യുവ നേതൃത്വത്തിൽ നിന്ന് വരുന്നത് ആൻ സെബാസ്റ്റ്യനാണ്. KSUവിൻ്റെ ഉപാധ്യക്ഷയാണ്. ക്യാമ്പസിലൊക്കെ തന്നെ ശക്തമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ഇരിങ്ങാലക്കുട സ്വദേശിയാണ്. ഒന്നുകിൽ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ മത്സരിപ്പിക്കും. ഇരിങ്ങാലക്കുടയിൽ നമ്മുടെ മന്ത്രി കൊച്ചമ്മയാണുള്ളത്, നമ്മുടെ ബിന്ദു കൊച്ചമ്മ. ഉന്നത വിദ്യാഭ്യാസം, വലിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ഇംഗ്ലീഷൊക്കെ ഏത് സമയവും പറയുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അല്ലെന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ സാധ്യതയാണ്. എന്തായാലും ആൻ സെബാസ്റ്റ്യൻ വളരെ സജീവമാണ്. ചർച്ചകളിലും പൊതു ഇടങ്ങളിലും ഒക്കെ ശക്തമായ ഇടപെടലും ഒക്കെ തന്നെ നടത്തുന്നതാണ്. മൂന്നാമത്തെ പേരുകാരി യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ വിദ്യാ ബാലകൃഷ്ണനാണ്. വിദ്യാ ബാലകൃഷ്ണനും ഇതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലും ഒക്കെ തന്നെ ക്യാമ്പസുകളിലും ഒക്കെ അറിയപ്പെടുന്ന ഒരു യുവ നേതൃത്വം നിരയിൽ വരുന്നതാണ്. എന്തായാലും ഇവരെയൊക്കെ ഇറക്കിക്കഴിഞ്ഞാൽ യുവനിരയൊക്കെ തന്നെ ക്യാമ്പസ് ഒന്നടങ്കം മണ്ഡലത്തിലെത്തി പ്രവർത്തിക്കും എന്നുള്ളതും പാർട്ടി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറുമായിരുന്നു KC വേണുഗോപാലിൻ്റെ പിന്തുണയും വിദ്യാ ബാലകൃഷ്ണനുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ ഏതെങ്കിലും പാർട്ടിയുടെ കുത്തക സീറ്റിൽ മത്സരിപ്പിക്കാനാണ് സാധ്യത. നാലാമത്തെ പേരുകാരി ജ്യോതി വിജയകുമാറാണ്. ജ്യോതി വിജയകുമാർ അറിയപ്പെടുന്നത് നല്ല ഒന്നാം തരം പരിഭാഷക എന്നുള്ള രീതിയിലാണ്. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും ഒക്കെ പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് ജ്യോതി വിജയകുമാറാണ്. KV തോമസും ഒക്കെ പരിഭാഷപ്പെടുത്തി കുളവാക്കിയെടുത്താണ് ജ്യോതി വന്ന് ആ പരിഭാഷ വളരെ കൃത്യമായി നിർവഹിച്ചത്. 2012 ചെങ്ങന്നൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് 2 പേരാണ് കോൺഗ്രസിൽ നിന്ന് വന്നിരുന്നത്. ഒന്ന് വിജയകുമാർ, മറ്റൊന്ന് വിജയകുമാറിൻ്റെ മകളായ ജ്യോതി വിജയകുമാറിനെയോ മത്സരിപ്പിക്കാനാണ് തീർച്ചപ്പെടുത്തിയത്. ഒടുവിൽ വിജയകുമാറിനെ മത്സരിപ്പിച്ചു. അന്ന് ജ്യോതി വിജയകുമാർ മത്സരിച്ചിരുന്നു എങ്കിൽ സജി ചെറിയാൻ നിയമസഭ കാണില്ലായിരുന്നു. അത് പാർട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. വിജയകുമാറിന് വലിയ ജനപ്രീതി ഉണ്ട്, പക്ഷേ ആ ജനപ്രീതി വേണ്ട തരത്തിൽ കോൺഗ്രസ് മുതലെടുത്തില്ല എന്നുള്ളതാണ്. അയ്യപ്പ സേവാ സംഘത്തിൻ്റെ വലിയ പ്രവർത്തകൻ കൂടിയാണ് വിജയകുമാർ. അപ്പോൾ ജ്യോതി വിജയകുമാറിന് വളരെ ഒരു സേഫായിട്ടുള്ള ഒരു മണ്ഡലം തന്നെ കൊടുക്കുമെന്നുള്ള ഉറപ്പാണ്. അത് പത്തനംതിട്ട ജില്ലയിലോ ആലപ്പുഴ ജില്ലയിലോ ആകാനാണ് സാധ്യത. അഞ്ചാമത്തെ പേരുകാരി അരിത ബാബു. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് മത്സരിച്ചു. CPMകാർ പാൽക്കാരി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയുണ്ടായി. ക്ഷീര കർഷകയാണ്. അവിടെ ശക്തമായ മത്സരമാണ് നടത്തിയത്. പ്രതിഭാകരി വലിയ ഭൂരിപക്ഷമൊന്നും നേടിയില്ല. CPMൽ ഏറ്റവും വലിയ വിഭാഗീയത നടക്കുന്ന ഇടമാണ് ആലപ്പുഴ ജില്ല, കായംകുളം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് 1ാം സ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്തു. അതുകൊണ്ട് ചിലപ്പോൾ BJP ശോഭാ സുരേന്ദ്രനെ അവിടെ മത്സരിപ്പിക്കും. പ്രതിഭാകരിയും കൂടിയാണ് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള വനിതാ മത്സരം നടക്കുന്ന ഒരു അതിശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകാൻ പോകുന്ന ഇടമായി കായംകുളം മാറുമെന്നുള്ളതാണ്. അപ്പം 2021 ശേഷം അരിതാ ബാബു വീണ്ടും ഇങ്ങോട്ടേക്ക് 26 മത്സരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ആറാമത്തെ പേരുകാരി സോയ ജോസഫാണ്. അധ്യാപികയാണ്, തൃശ്ശൂർ ജില്ലക്കാരിയാണ്. തൃശ്ശൂർ ജില്ലയിലെ C ക്ലാസ് മണ്ഡലങ്ങൾ ഏതെങ്കിലും ആയിരിക്കും കൊടുക്കുക.
ഈ സി ക്ലാസ് മണ്ഡലം കൊടുത്തുകൊണ്ട് പാർട്ടിക്കത് എങ്ങനെയെങ്കിലും സ്വന്തമാക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ പ്രഗത്ഭയായിട്ടുള്ള സോയാ ജോസഫിനെ സി ക്ലാസ് മണ്ഡലം തന്നെ കൊടുക്കാൻ തീർച്ചപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസിനകത്ത് വലിയ ഒരു മാറ്റം കുറിച്ചിരിക്കുകയാണ്. ഈ യുവ നേതൃത്വത്തെ, ഈ 6 വനിതാ നേതൃത്വത്തെ ആയിരിക്കും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.